നമസ്കാരം. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ വേദിയിൽ ഇന്നലെ കണ്ട കാഴ്ച, പിണറായിയുടെയും മറ്റ് CPM നേതാക്കളും തണുപ്പ് കൂടിയത് കാരണം തലവഴിയെ ചൂടിയതല്ല ഈ ചിത്രങ്ങളും ഈ വീഡിയോയും ഒക്കെ. പാലസ്തീനും ഗാസയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മധ്യ ഏഷ്യയിലെ ശിരോവസ്ത്രമായ കഫിയ ധരിച്ചുകൊണ്ട് പിന്തുണ പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇസ്രായേൽ വംശഹത്യയെ അപലപിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രമേയം പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അവതരിപ്പിക്കുകയും പൊളിറ്റ് ബ്യൂറോ അംഗം G രാമകൃഷ്ണൻ പിന്താങ്ങുകയും സ്വതന്ത്ര പാലസ്തീൻ ആവശ്യപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ ഉറക്കെ മുഴക്കിക്കൊണ്ട് പിണറായി വിജയൻ ഉൾപ്പെടെ മുഴുവൻ പ്രതിനിധികളും ചേർന്ന് പ്രമേയത്തെ ഏകകണ്ഠമായി അംഗീകരിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ പാർട്ടി കോൺഗ്രസിൽ സ്ഥിരമായ വെടിനിർത്തൽ ഉടൻ വരണമെന്ന പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയും പാലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ ദീർഘകാലമായി സ്വീകരിച്ച നിലപാടിൽ BJP വെള്ളം ചേർത്തുവെന്നുള്ള ആരോപണമൊക്കെ കൊണ്ടാണ് ഇന്നലത്തെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞത്. ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ ജനതയ്ക്കുണ്ടായ ജീവഹാനിക്കോ നാശനഷ്ടങ്ങൾക്കോ ഒന്നും തന്നെ ഒരു അപലപിക്ക പോലും ചെയ്യാതെയാണ് പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പ്രമേയം പാസാക്കുകയൊക്കെ ചെയ്തത്. വഖഫ് ബില്ലിനെതിരെ കേരള നിയമസഭയിൽ പാസാക്കിയ പ്രമേയം മുനമ്പത്തുകാർ പ്രതീകാത്മകമായി കടലിൽ കൊണ്ട് തള്ളുന്ന കാഴ്ചകൾ നമ്മളൊക്കെ കണ്ടതാണ്. 24-ാം പാർട്ടി കോൺഗ്രസിൽ പാലസ്തീൻ അനുകൂല ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാലും പ്രമേയം പാസാക്കിയാലും പാലസ്തീൻ ജനതയ്ക്ക് അറിയാൻ കഴിയാത്തത് കൊണ്ടാണോ പാലസ്തീൻ ജനത ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഈ ശിരോവസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുദ്രാവാക്യം വിളിച്ചത് ഒക്കെ? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേ ക്ഷേത്ര ദർശനം നടത്തുന്നതും അദ്ദേഹം പൂജകൾ ചെയ്യുന്നതെല്ലാം CPM-ന്റെ വളരെ വിമർശനങ്ങളാണ് നടത്തുന്നത്. ആ സമയത്താണ് അവർ വിമർശിക്കുമ്പോഴാണ് പാലസ്തീന്റെ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കുകയും ഫോട്ടോഷൂട്ട് നടത്തുകയൊക്കെ ചെയ്യുന്നത്. ഇന്നലെ തന്നെ അതേപോലെ തന്നെ 24-ാം പാർട്ടി കോൺഗ്രസിൽ കേരളത്തിൽ നിന്നും നിരവധി ജനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത്. മധുര നഗരത്തിലെല്ലാം തന്നെ DMK-യുടെ കൊടിയുടെ ചുവട്ടിലെല്ലാം CPM-ന്റെ കൊടിയും തോരണങ്ങളും എല്ലാം കെട്ടി ഭയങ്കരമായ ആഘോഷ തിമിർപ്പിലാണ്. കേരളത്തിൽ നിന്നും മധുര മീനാക്ഷി ക്ഷേത്രം, പളനി, രാമേശ്വരം എന്നീ ക്ഷേത്ര ദർശനങ്ങളും തമിഴ്നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒക്കെ ആയിട്ട് ഒരു തീർത്ഥയാത്രയും ഒരു വിനോദയാത്രയും നാളെ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ സമാപന സമ്മേളനം ഒക്കെ ആയിട്ട് കേരളത്തിൽ നിന്നും ജനങ്ങളെ കൊണ്ടുവരുന്നതെന്നാണ് മധുരയിൽ എത്തിച്ചേർന്നവരോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവർ പറയുന്നത് ഇവർ അതേപോലെ തന്നെ DMK-യും സ്റ്റാലിനും 24-ാം പാർട്ടി കോൺഗ്രസിന്റെ വേദി ബഹിഷ്കരിക്കുക, അവിടെ എത്താതിരുന്നത് കൊണ്ടും തമിഴ്നാട്ടിൽ നിന്ന് ആരും തന്നെ നാളത്തെ ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് ഉള്ള ഒരു അറിവ്. CPM-ന് വളരെ വലിയ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നാളത്തെ പാർട്ടി കോൺഗ്രസ് സമാപന സമ്മേളനത്തിൽ ജനങ്ങളെ എത്തിക്കാൻ പറ്റുന്നത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ രാത്രി കഴിയുമ്പോൾ MA ബേബി ആണോ അതോ അശോക് ദാവ്ളെ ആണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ള CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള വിവരം അറിയാൻ കഴിയും. കേരളത്തിലുള്ള സഹാക്കന്മാർ എല്ലാം തന്നെ ഒരു ആവേശത്തിലാണ്. കൊല്ലത്ത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് പിണറായി വിജയൻ സർക്കാർ മൂന്നാമതും കേരളത്തിൽ ഭരണത്തിൽ വരുന്നതും കാത്തിരിക്കുന്ന CPM-കാർ മധുരയിലെ പാർട്ടി കോൺഗ്രസിന്റെ സമാപനം വളരെ ആവേശത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കേരളത്തിൽ നിന്ന് ഏതാണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾ എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയിലാണ് CPM-ന്റെ പാർട്ടി കോൺഗ്രസിന്റെ പ്രതീക്ഷകളും എല്ലാം. എന്തായാലും നാളത്തെ വൈകുന്നേരത്തെ സമാപന സമ്മേളനത്തോടു കൂടി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം നടക്കും. CPM-ന്റെ ദേശീയ സെക്രട്ടറി ആരാണെന്നുള്ളത്. എന്തായാലും ഈ മധുര നഗരത്തിലെല്ലാം തന്നെ ഒരു കൊടിയും തോരണവും ഒക്കെ കൊണ്ട് ആവേശ തിമിർപ്പിലാണെങ്കിലും ഇവിടുത്തുള്ള തമിഴ്നാട്ടുകാർക്ക് ആർക്കും തന്നെ ഇത്തരത്തിൽ വലിയതായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചോ മറ്റുള്ള പിണറായി വിജയനെ കുറിച്ചോ ഒന്നും അറിയത്തില്ല എന്നുള്ള അറിവുകളാണ് വരുന്നത്. വന്നവരെല്ലാം ഒരു വിനോദയാത്രയും തീർത്ഥയാത്രയും പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുക, അങ്ങനെ മൂന്ന് കൂട്ടം കാര്യങ്ങളുമായിട്ടാണ് കേരളത്തിൽ നിന്നും നിരവധി പേർ എത്തിച്ചേർന്നിരിക്കുന്നതും നാളെ എത്തിച്ചേരും എന്നുള്ള അറിവ് നമ്മൾ അവരോടൊക്കെ സംസാരിക്കുമ്പോഴല്ല അവർ അത്തരത്തിലാണ് നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. രാമഭദ്രൻ, കർമ്മ ന്യൂസ്, മധുരൈ.